കണ്ണൂരിൽ എം.വി. ജയരാജന്റെ പിൻഗാമി ആര് എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ചകൾ സജീവം. 3 പേരുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ച. കെ രാഗേഷ്, ടി.വി. രാജേഷ്, എം. പ്രകാശൻ എന്നിവരാണ് പരിഗണനയിൽ. സംസ്ഥാന നേതൃത്വമാണ് സെക്രട്ടറിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. താൻ സെക്രട്ടറി സ്ഥാനം ഒഴിയുമെന്ന് എം.വി. ജയരാജൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എം.വി. ജയരാജൻ പോകുന്നതോടെ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ആര് എന്നതിൽ പാർട്ടി കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയാണ്. എം.വി. ജയരാജൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത് ടി.വി. രാജേഷാണ്. രാജേഷ് തന്നെ സെക്രട്ടറിയായി വരുമോ എന്നതാണ് പാർട്ടി കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷ് എത്തുമെന്ന് ഉറപ്പിക്കുന്നവരുമുണ്ട് പാർട്ടിയിൽ. എം. പ്രകാശൻ മാസ്റ്ററെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സെക്രട്ടറിയാക്കാനാണോ എന്ന കാര്യവും അണികളിൽ ചർച്ചയാണ്. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൻ മാറുമെന്നും പുതിയ ആൾ വരുമെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. സ്വാഭാവികമായും എൻ്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരത്താകുമ്പോൾ ഈ ജില്ലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അത് പാർട്ടിയുടെ നേതൃത്വം ഉചിതമായ സമയത്ത് തീരുമാനം കൈക്കൊള്ളും. പുതിയ ജില്ലാ സെക്രട്ടറി വരും തീർച്ചയായും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാർട്ടിയിൽ ധാരാളം ആളുകൾ മികവ് തെളിയിച്ചവരുണ്ട്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഒരാളെ ജില്ലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കാൻ. കണ്ണൂരിലെ CPM സെക്രട്ടറി സ്ഥാനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായക പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക. അടുത്ത സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഇതിൽ തീരുമാനമെടുക്കും. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശം മുന്നോട്ടുവെക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിൽ ആര് എന്നതാണ് ഏറെ പ്രധാനം. കെ രാഗേഷിന് സാധ്യത കൽപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ. രാഗേഷിന് പകരം M.V. ജയരാജനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പ്രവർത്തനം ഉണ്ടാവുക. കെ രാഗേഷിന് മുമ്പ് M.V. ജയരാജനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. MLA പെൻഷൻ ഉള്ളതുകൊണ്ട് അന്ന് 1 രൂപ പോലും ശമ്പളം വാങ്ങാതെയാണ് ആ ചുമതല നിർവഹിച്ചതെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചപ്പോൾ കുടിശ്ശിക ഉണ്ടെന്നറിഞ്ഞ് അന്ന് താമസിച്ചതിന്റെ വാടക നൽകിയതും M.V. ജയരാജൻ ഓർമ്മിച്ചു. ഞാനൊരു MLA എന്നുള്ള നിലക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് സൗജന്യമായി സേവനമനുഷ്ഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ 2 വർഷവും ശമ്പളമൊന്നും വാങ്ങാതെയായിരുന്നു അവിടെ ഞാൻ ജോലി ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ സർക്കാരിനൊരു ഡ്യൂസും ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പ്രത്യേകിച്ച് മുൻ ജനപ്രതിനിധികളൊക്കെ ആവുമ്പോൾ ഗസ്റ്റ് ഹൗസ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്യൂസ് ഉണ്ടോ എന്ന് നോക്കാനാണ്. അക്കൂട്ടത്തിൽ എൻ്റെ പേരിലൊരു ഡ്യൂസ് കണ്ടു. ഞാൻ ആ 2 കൊല്ലം താമസിച്ച സർക്കാർ ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ വാടക ഞാൻ ശമ്പളമൊന്നും വാങ്ങാത്തത് കൊണ്ട് ഒഴിവാക്കി തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അന്ന് അങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അത് ഒഴിവാക്കിയിരുന്നില്ല. അവിടെ താമസിച്ച ക്വാർട്ടേഴ്സിൻ്റെ വാടക ഞാൻ ആ സമയത്ത് അടക്കുകയാണ് ചെയ്തത്. സെക്രട്ടറി ആരാകണമെന്ന കാര്യത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ തുടങ്ങിയിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.